CPI ബ്രാഞ്ച് സമ്മേളനം നടത്തി. കൊല്ലം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് മാസം 1, 2, 3, 4 തീയതികൾ നടക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായിട്ടുള്ള പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനമാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈതയിൽ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനം അമ്പലംകുന്ന് കൈതയിൽ വാഴപ്പള്ളിൽ ദിവാകരൻ നഗറിൽ നടന്നു. സമ്മേളനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പാർട്ടി മണ്ഡലം സെക്രട്ടറി ഹരി വി നായർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MC ബിനുകുമാർ, J വിക്രമൻ, സജീവ്, കവിതാ ശാലിനി, ശ്രീജിത്ത് എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടന്ന അംഗങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം S അനീഷിനെ സെക്രട്ടറിയായും അരുൺ K കൃഷ്ണനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ളം ലഭ്യമാകാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വാട്ടർ കണക്ഷൻ ലഭ്യമാക്കണമെന്നും ജംഗ്ഷന് സമീപമുള്ള വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്രാഞ്ചിലെ മുതിർന്ന അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനെയും സർക്കാർ സർവീസിൽ പ്രവേശനം ലഭിച്ച അമൃതയെയും കഴിഞ്ഞ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ വാങ്ങിയ പ്രതിഭകളെയും മന്ത്രി ചിഞ്ചുറാണി ആദരിക്കുകയും പുതിയതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന ശോശാമ്മ രാജുവിനെ മന്ത്രി പാർട്ടി അംഗത്വം നൽകി സ്വീകരിക്കുകയും ചെയ്തു. ഒരു 100 അവകാശ പോരാട്ടങ്ങൾ നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഈ നാടിന് അത്യന്താപേക്ഷിതമാണെന്നും ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം അതിനെതിരെ ഒരു നടപടി പോലും എടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലേക്ക് അവരും അവഹേളിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരായിട്ടുള്ള എഴുത്തുകാർ അവർ എന്തെഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന ആൾക്കാരാണ്. അവരെ അതിൽ നിന്നും വിലക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് എഴുത്തുകാരായിട്ടുള്ള ആൾക്കാർ പറയുന്നു ഞങ്ങൾ എഴുതുന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ നിങ്ങൾ രാജ്യത്തിന് തിരിച്ചു തരാമെന്ന് പറയുന്ന തരത്തിലേക്ക് എഴുത്തുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകും. നിങ്ങൾ ഒരുപക്ഷെ കണ്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. ആ മണിപ്പൂരിൽ ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ നാം കണ്ടതാണ്. 2 തരത്തിലുള്ള ആൾക്കാർ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ നിലയിൽ വർഗീയത കൊണ്ടുവരുമ്പോഴും ജനങ്ങളെ ഭിന്നിപ്പിക്കുമ്പോഴും അവരെ ഒരുമിച്ച് നിർത്തുവാനോ അവരെ തടഞ്ഞു നിർത്തുവാനോ അവരെ ഇല്ലാതാക്കുവാനോ ആ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം അവിടെയും BJP ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അവിടുത്തെ സാധാരണക്കാർ വീടുകളിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ നമുക്ക് കാണും. അവരെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിൽ, സ്വന്തം സംസ്ഥാനത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഓടിക്കയറുന്ന മണിപ്പൂരികളെ നമുക്ക് കാണുവാൻ കഴിയും. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് ആഹാരം കൃത്യമായി കൊടുക്കുവാൻ സാധ്യമല്ല. പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്കറിയാം ഹൈവേ വഴി വരുന്ന ആ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന ആഹാരം പോലും അവിടെ കൊടുക്കുവാൻ സമ്മതിക്കാത്ത തരത്തിൽ ആ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുരാജ ഉൾപ്പെടെയുള്ള നമ്മുടെ MP-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മണിപ്പൂർ സന്ദർശിച്ചത് നാം കണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഒരു മാറ്റവും ആ മണിപ്പൂർ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല അതൊന്ന് നമ്മുടെ ദേശീയ തലത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ നരേന്ദ്രമോദി തയ്യാറായി. പാർലമെന്റിൽ ആ വിഷയങ്ങൾ MP-മാർ ഉന്നയിക്കുമ്പോഴും അതിന് മറുപടി പോലും കൊടുക്കുവാൻ പറ്റാത്ത തരത്തിൽ നരേന്ദ്രമോദി മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയെ നമുക്ക് കാണും. രാജ്യത്തെ കർഷകർ ശക്തമായ നിലയിൽ സമരം ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണും. 1.5 വർഷക്കാലം ആ കർഷകർ സമരം ചെയ്ത് നേടിയെടുത്തത് പാർലമെന്റിൽ കൊണ്ടുവന്ന 3 കരിനിയമങ്ങളാണ്. ആ കരിനിയമങ്ങൾ പിൻവലിക്കുന്നിടം വരെ ഞങ്ങൾ ശക്തമായി സമരം ചെയ്യുമെന്ന് പറഞ്ഞു പോയ കർഷകർ വെയിലെന്നില്ല, ശൈത്യമെന്നില്ല, നമ്മുടെ ഡൽഹിയുടെ ഇതര പ്രദേശങ്ങളിൽ മുഴുവൻ അവർ ടെന്റുകൾ അടിച്ച് സമരം ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യം കണ്ടതാണ്. ഒരുപാട് ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടത്തിയ ആ കർഷകർക്ക് ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് കൃഷി ചെയ്യുവാൻ സബ്സിഡി ഉൾപ്പെടെ കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് മാത്രമല്ല കർഷകർക്കെതിരായിട്ടുള്ള കരിനിയമങ്ങൾ വന്നപ്പോൾ ആ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആ കർഷകർ പറഞ്ഞിട്ട് പോലും പാർലമെന്റിൽ 1 വർഷക്കാലം നീണ്ടു നിന്നിട്ട് നരേന്ദ്രമോദി കിട്ടിയില്ല. ഏറ്റവും അവസാനം ആ കർഷകരുടെ സമരം അടിച്ചമർത്തുവാനുള്ള പരിശ്രമം നടത്തി. ആ കർഷകരെ വാഹനം പിടിച്ച് 6ഓളം കർഷകർ മരണപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ കഴിയും. അവർ സമരം ചെയ്യുന്ന ട്രാക്ടറുകളുടെ കാറ്റ് ഊരി വീഴുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണുവാൻ കഴിയും.
പക്ഷെ എന്നിട്ടും കർഷകർ പിൻവലിച്ചില്ല. പ്രായം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെ അവരുടെ മക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമരം ചെയ്യുമ്പോഴും അവരിൽ പലരും അവിടെ മരിച്ചു വീഴുമ്പോഴും അവർ സമരത്തിൽ നിന്നും പിൻവലിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് നരേന്ദ്രമോദി ഏറ്റവും അവസാനം കർഷകർക്ക് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ആ കർഷക കരിനിയമം പാർലമെന്റിൽ നിന്ന് പിൻവലിക്കാൻ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെ അത് പിൻവലിച്ചു. പക്ഷെ ഇന്നും നമ്മുടെ കർഷകർ വീണ്ടും ഒരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് നമ്മുടെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് നാം പരിശോധിക്കണം. രാജ്യത്തെ സമ്പദ്ഘടനയെ എടുത്ത് പരിശോധിച്ചാൽ അത് താഴ്ന്ന നിലയിലേക്ക് പോകുന്ന ഒരവസ്ഥ. സമ്പത്ത് മുഴുവൻ നമ്മുടെ കോടീശ്വരന്മാർ കുന്നുകൂട്ടി വയ്ക്കുന്ന രാജ്യത്തെ 3/4 സമ്പത്ത് ഇന്ത്യയിലെ 185ഓളം വരുന്ന കുത്തക കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാനും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുവാനും പട്ടയമില്ലാത്തവർക്ക് പട്ടയം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. നാം അത് പരിശോധിക്കണം. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.